മലയാളം ഡയറക്ഷനിൽ കമൽഹാസൻ, സിലംബരസൻ ടി.ആർ ഇവരൊക്കെ ഒന്നിക്കുന്ന തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ട്രെയിലർ ഇന്ന് 5 മണിക്ക് ഇറങ്ങിയായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആ ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. തഗ് ലൈഫ് ട്രെയിലർ കിടിലൻ ഒരു പ്രോമിസ് ട്രെയിലർ. നമ്മുടെ മഴയജ്ഞം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ഗ്രേറ്റ് ഡയറക്ടർ ഇൻ തമിഴ് ഫിലിം ഇൻഡസ്ട്രി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയ്ക്കൊരു മികച്ച ഒരു സബ്ജക്റ്റ് ഞാൻ ഒരിക്കലും കരുതിയതില്ല. കാരണം അത്രയ്ക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ആ ഒരു ട്രെയിലർ അവർ ഇറക്കി വിട്ടേക്കുന്നത്. മികച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ലെവൽ സാധനം. ഇവിടെ നമ്മുടെ കമൽഹാസനും സിലംബരസൻ സിംബു ഇവർ 2 പേരും മത്സരിച്ചഭിനയിക്കുന്ന ഒരു സിനിമയായിട്ട് മാറും എന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. കൂടെ മലയാളത്തിൽ നിന്ന് ജോജു ജോർജ്, തൃഷ, അഭിരാമി എന്ന് പറഞ്ഞ ആക്ട്രസ് ഇവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നാസർ, അങ്ങനത്തെ ഒട്ടനവധി താരങ്ങളൊക്കെ വേറെയും വരുന്നുണ്ട്. ഈ സിനിമ ഗാങ്സ്റ്റേഴ്സിൻ്റെ കഥയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലോക്കൽ ഗാങ്സ്റ്റേഴ്സ് ആയിട്ട് പിന്നെ നല്ല ഹെവി റിച്ച് ടീമാവും. നമ്മൾ കണ്ടില്ല ചിക്കച്ചവന്ത വാനം എന്ന് പറഞ്ഞ സിനിമയെ കണ്ടില്ലേ, അതേ കണക്കത്തെ ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു ഗാങ്സ്റ്റേഴ്സ് വാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പൊളിറ്റിക്സ് പരമായിട്ടുള്ള ചില തർക്കങ്ങൾ, സ്ഥാനത്തിനുണ്ടുള്ള ചില ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ കമൽഹാസനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു 2-3 ടൈപ്പ് ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്നൊക്കെ പറയാത്ത രീതിക്കുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതേ കണക്കിനെയാണ് സിലംബരസനും കാലത്തിൻ്റേതായ ചില മാറ്റങ്ങളും മേക്ക് ഓവറുകളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിലംബരസൻ ടി.ആറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ആയിരുന്നില്ല ഒരു ലോങ് ഹെയറും കാര്യങ്ങളൊക്കെ വളർത്തിയിരുന്നത്. അത് വേറെ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു സംഭവം. പിന്നെ ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടായിട്ട് മാറുന്നതെന്ന് തോന്നുന്നത്. പിന്നെ ആദ്യത്തെ കാസ്റ്റിംഗ് സൂര്യയായിരുന്നു ഈ സിനിമയ്ക്ക് ഫസ്റ്റ് കാസ്റ്റിംഗ്. സിംബുവിനൊരു സൂര്യയെ കാസ്റ്റ് ചെയ്തൊരു സിനിമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ ചില മാറ്റങ്ങളും കാര്യങ്ങളെ കൊണ്ട് മാറി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, തുടക്കമേ ഇതിൻ്റെ ഒരു കമൽഹാസൻ, സിംബു ഇവരുടെ ഒരു കാലഘട്ടം കാണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാളിലെ കമൽഹാസൻ്റെ കൂടെ വളർന്നു വന്നൊരു കഥാപാത്രമായിരിക്കാം നമ്മുടെ സിംബുവിൻ്റെ കഥാപാത്രം. അങ്ങനെ വരുന്ന ഒരു കഥാപാത്രം പിന്നെ ഈ അധികാരത്തിനും കാര്യങ്ങൾക്ക് വേണ്ടി മാറിപ്പോകുന്നതും, വേറെ ഈ കമൽഹാസന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഗ്യാങ്ങിലേക്ക് പ്രവേശിക്കുന്നതും, പിന്നെ അവിടുത്തെ ലീഡറാവുന്നതും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പിന്നെ സിംബുവിൻ്റെ എൻട്രി ഈ ഒരു ട്രെയിലർ കാണിച്ച സമയത്ത് ചെക്കച്ചോന്ത വാനം എന്ന് പറഞ്ഞ മഴയജ്ഞം സിനിമയിൽ എങ്ങനെയാണോ സിംബുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അതേ കണക്കത്തെ ഒരു എൻട്രിയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയത്. പിന്നെ കുറച്ച് മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കൊണ്ട് സിംബു വേറെ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാനിയ മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ആ ഒരു പാട്ട് ഒരുപാട് വൈറലായ സമയത്ത് സാനിയ മൽഹോത്ര ഒരു ഇൻപുട്ട് വേറെ ലെവലായിരുന്നു. ഇവിടെ എവിടെയും സാനിയ മൽഹോത്രയെ കാണാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് ഐശ്വര്യ ലക്ഷ്മിയാണ് ഒരു സീൻ വന്നു പോകുന്നുണ്ട്. പിന്നെ അശോക് സെൽവൻ ഒരു റോൾ വന്നു പോകുന്നുണ്ട്. പിന്നെ ജോർജ് ജോർജ് ചില മാസ് സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ അതും ഇതിൽ കാണാൻ വേണ്ടി പറ്റി എന്നുള്ള കാരണമാണ് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്. എന്തുകൊണ്ടും ഒരു പ്രോമിസ് ഇതായിട്ടുള്ള സംഭവം തന്നെയാണ്. മഴയജ്ഞം ഈ ഒരു പ്രായത്തിലും ഇത്രയും ഐഡിയോളജി പരമായിട്ട് ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ഒരു ഇതാണ്. കാരണം പുള്ളിയുടെ ഒരു ഏജ് ലിമിറ്റൊക്കെ നോക്കണം. നമുക്ക് ആ ഒരു ജനറേഷൻ എന്താണോ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മഴയജ്ഞം ഇവിടെ മികച്ച രീതിക്ക് തന്നെയാണ് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് മഴയത്തിൻ്റെ ഒരു ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. പിന്നെ കമൽഹാസൻ്റെ സ്റ്റോറി കമൽഹാസൻ്റെ ആവാൻ നേരത്ത് ഏറ്റവും നല്ല ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടിയത്. പിന്നെ ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്ന സമയം തൊട്ട് ഏറെ പ്രതീക്ഷയുള്ളൊരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു സിനിമ. പിന്നെ ചില കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ മാറിയെങ്കിൽ പോലും അത് സിനിമയുടെ ഒരു നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ഇതിന് ഒരു മാറ്റം ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ തൃഷയെ പറ്റി പറയുകയാണെങ്കിൽ പൊന്നിയിൻ സെൽവൻ 1, 2 തൃശ ഇവിടെ ഒന്നിക്കുന്നത്. പിന്നെ സിംബുവിൻ്റെ ഒരു പേരാണോ കമൽഹാസൻ്റെ പേരാണെന്ന് അറിയത്തില്ല. സിംബുവായിട്ട് ഒന്നിക്കുന്നതെങ്കിൽ 2010 ഇറങ്ങിയ വിനയ് താണ്ടി വരുക എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും സിംബു നമ്മുടെ തൃശ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ട്രെയിലർ കണ്ട സമയത്താണെങ്കിൽ ഒരു കമൽഹാസനുമായിട്ടൊരു പേരപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അഭിരാമി കമൽഹാസനൊരു പേരപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ കുറേ ഈ ഒരു കമൽഹാസൻ സിംബു തമ്മിലുള്ള കുറച്ച് ഫൈറ്റ് സീക്വൻസൊക്കെ
കാണാൻ വേണ്ടി പറ്റി. അവർ തമ്മിൽ പിന്നെ തെറ്റുമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊരു ഇടിവെട്ട് ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി. രണ്ട് പേരെന്താ ഒരു ഈക്വൽ ഓപ്പോസിറ്റ് നടക്കുന്ന ഒരു സംഭവമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഗംഭീരമായൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമ ജൂൺ 5 വേൾഡ് വൈഡ് റിലീസാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും ചെയ്ത് വയ്ക്കാൻ വേണ്ടി പോകുന്ന ലാസ്റ്റ് മഴഞ്ഞമെടുത്തിരിക്കുന്ന ഈ ഒരു ചെക്കച്ചവന്ത വാനം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു തീമും ഇതുമായിട്ട് നല്ല പോലെ മാച്ച് ആവുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ അതൊരു ഗംഭീരമായൊരു പ്രകടനവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ ചെക്കച്ചവന്ത വാനം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അത് വേറെ ലെവൽ സാധനം വരുന്നു. പിന്നെ ഇവിടെ ജോജു ജോർജ് റോളും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ജോജുവിനെക്കാട്ടിയും കുറച്ചുകൂടെ വിജയ് സേതുപതി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി പോകുന്ന തോന്നുന്ന കാര്യങ്ങൾ തോന്നിപ്പോയി. പിന്നെ സിലംബറസിനെ പറ്റി പറയുകയാണെങ്കിൽ സിംബു ഈ ഒരു കഥാപാത്രം അത് സിംബു തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ്. ഇപ്പോൾ സൂര്യയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയ്ക്കൊരു പെർഫെക്റ്റേഷൻ കിട്ടത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത് സിംബു ചെയ്ത് തന്നെയാണ് ഏറ്റവും കുറച്ചുകൂടെ സ്യൂട്ടാവുന്ന കാര്യങ്ങൾ തോന്നിപ്പോയി. ഒരു ഒരു ഗ്യാങ്സ്റ്റർ എടുത്ത് വളർത്തിയ ഒരു കൂടെ നിർത്തുന്ന ആ ഒരു ആളായിട്ട് ആ ഒരു ലുക്കും കാര്യങ്ങളും മേക്ക് ഓവറും കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ചുമ്മാ കാണാൻ വേണ്ടി പറ്റി. സിംബു വേറെ ലെവലിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് അതൊരു മികച്ച ഒരു സംഭവം തന്നെയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ആ ഒരു മേക്ക് ഓവറിൻ്റെ ചില മാറ്റങ്ങൾ, പിന്നെ സ്ഥാനക്കയറ്റി കിട്ടുമ്പോഴുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊരു ഒരു ഗാങ്സ്റ്റേഴ്സിൻ്റെ കഥയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അധികാരത്തിന് വേണ്ടിയുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ, ലീഡർ എനിക്കാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ട് ഓപ്പോണൻ്റായിട്ടുള്ള ഗാങ്സ്റ്റേഴ്സ് അതുലങ്ങൾ കാണുമായിരിക്കും. അവർ തമ്മിലുള്ള ഒരു ഇവിടുന്ന് സിംബുവിനെ അങ്ങോട്ട് പിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത്രയ്ക്കുള്ള ഒരു ഇതും പിന്നെ മാറിപ്പോകുന്നേ. പിന്നെ കമൽഹാസയുടെ ഇവിടുന്ന് കാര്യങ്ങൾ ആ രീതിക്കുള്ളൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ജൂൺ 5 വേൾഡ് വൈഡ് റിലീസാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഈ സിനിമ. അപ്പോൾ മസ്റ്റായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസും ഒരു മികച്ച കഥയും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമ തന്നെയായിരിക്കും ഈ ഒരു തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഈ സിനിമ. പിന്നെ നമ്മുടെ കമൽഹാസൻ, സിലംബരസൻ, തൃഷ, നാസർ, ജോജു ജോർജ് അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളൊക്കെ വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് എല്ലാവരുടെയും പ്രകടനങ്ങളും ഒക്കെ ഗംഭീരമാകുമെന്നാണ് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ. ഒരു മൾട്ടി സ്റ്റാർ മൂവിയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ച് തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ട്രെയിലർ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സിനിമയ്ക്കുള്ളൊരു പ്രതീക്ഷ നൽകുന്നൊരു ട്രെയിലർ എനിക്ക് തോന്നിയത് ആ ഒരു കാര്യം വെച്ച്. സിംബു കമൽഹാസൻ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവം കാര്യങ്ങൾ ചോദിച്ചിരിക്കണം. മടരത്നം അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും ഈ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ആ ഒരു കാര്യം വെച്ച് ജൂൺ 5 വേൾഡ് വൈഡ് ഇറങ്ങുന്ന ഈ സിനിമ നമുക്ക് ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തരുന്ന പോലെയാണ് ട്രെയിലർ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ. സോ ജൂൺ 5 മസ്റ്റായിട്ടും പോയി ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മികച്ച സിനിമ തന്നെയായിരിക്കും ഈ ഒരു തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഈ സിനിമ. ഒരു പ്രോമിസിങ് സംഭവമുള്ള ഒരു ട്രെയിലറാണ് ഇവിടെ ഇറക്കി വിട്ടേക്കുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് ഗംഭീരമായ ട്രെയിലർ ഇത്രയേ ഉള്ളൂ. തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ട്രെയിലറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ.